എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, പള്ളിക്കകത്ത് അടുക്കിയിട്ട് അലമാരിക്കകത്ത് നിറച്ചു വെച്ചിരിക്കുകയാ. കഴിഞ്ഞ റമളാനിൽ തുറന്നു നോക്കിയതാണ്. പടച്ചവനെ, ഇനി റമളാൻ വരട്ടെ എന്ന് കാത്തിരിക്കുന്നവരാ വീടിന്റെ അലമാരിക്കകത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടി പോലും തുടച്ചു കളയില്ലല്ലോ, അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടി പോലും തുടച്ചു കളയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഓതണേ, ആ ഖുർആൻ പഠിക്കണേ, മക്കളെ പഠിപ്പിക്കണേ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യരെ സ്വർഗം വിളിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യനെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ ഈ വഅദിന് വരുന്നതിന് മുമ്പ് ഒരു സൂറത്തെങ്കിലും ഓതിയവർ കൈവക്കിക്കും. ഒരൊറ്റ ഒരു കുൽഹു അല്ലാഹെങ്കിലും ഓതിയവർ. പന്തലിനൊക്കെ നല്ല ഉറപ്പല്ലേ അല്ലേ? പന്തലിനൊക്കെ നല്ല ഉറപ്പല്ലേ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനികഹുൽ അബ്തർ. എത്ര നേരം വേണം? എത്ര നേരം വേണം? സെക്കൻഡ് മതിയല്ലോ വാപ്പ. ഈ 3 ആയത്തുള്ള ഒരു ഇന്ന അഅതൈന പോലും ഓതാൻ നിനക്ക് സമയമില്ലല്ലോ, അത്രയ്ക്കും തിരക്കല്ലേ. അള്ളാഹു നിങ്ങളുടെ തിരക്ക് മാറ്റി തരുമാറാകട്ടെ, അള്ളാഹു നിങ്ങളുടെ തിരക്ക് മാറ്റി തരുമാറാകട്ടെ. ഉറക്ക പറഞ്ഞോ, ചിലപ്പോൾ ഇരിക്കണ ഇരിപ്പിൽ താന്നു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലേ, ഒരു സൂറത്ത് ഓതാനുള്ള സമയമില്ല അല്ലേ? ഒരു സൂറത്ത് ഇതൊക്കെ തീരുന്തോ അവിടെ കൊണ്ട് കടത്തുമ്പോ നിന്റെ വാപ്പ ഇവിടെ കിടപ്പുണ്ട്. കടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? വാപ്പ കടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഓടണമെന്നുണ്ട്, പറ്റൂല. ഓടണമെന്നുണ്ട്, പറ്റൂല. ഒരു 5 മിനിറ്റ് തല തിരിച്ചു വെക്കാൻ പറഞ്ഞാൽ നിന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല. നിന്റെ വാപ്പാടെ തല കിബിലയ്ക്ക് നേരെ തിരിച്ചു വെച്ചിട്ട് എത്ര ആണ്ടായി? എത്ര ആണ്ടിൽ ദുആ ചെയ്തവൻ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. നീ അവിടെ പോയി കിടക്കേണ്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ സമയം ഉണ്ടാകും മനുഷ്യ, അപ്പം നിനക്ക് ഒരുപാട് സമയമുണ്ടാകും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് നന്നാകാനിരിക്കുക എല്ലാരും. ഇനി എന്ന് അള്ളാഹ് നേരിട്ട് വന്ന് പറയാനിരിക്കുക, ഏ ചങ്ങായി നീ ഇനി എന്ന് നന്നാവാനിരിക്കുക. റമളാൻ എടുത്തു, ശഅബാൻ വന്നു, ഇനി എന്ന് നന്നാകാനാ? എല്ലാരും നന്നായി, നീയെ ഉള്ളിനി. എന്തേ ചിന്തിക്കാത്തെ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതാൻ നിനക്ക് മനസ്സില്ലാതെ പോയില്ല. നീ തന്നെ ചിന്തിക്കുന്ന നിന്നെ കുറിച്ച്. ഓവറല്ലേ മനുഷ്യ? അള്ളാഹ് ചോദിച്ചത് അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ ഓസിനങ്ങ് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ലടാ, നിനക്ക് അങ്ങനെയൊന്നും കിട്ടൂല സ്വർഗം. അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന സ്വർഗമാ നീയും ഞാനും ചോദിക്കുന്നേ. ഓസിനങ്ങ് പോകാമെന്ന് കരുതിയോ? അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ചത് അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ അങ്ങ് പോകാമെന്ന് മനുഷ്യ നീ ചിന്തിക്ക്. ഒരൊറ്റ ആയത്തോതിയ കിട്ടുന്ന പ്രതിഫലറിയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത്, ഒരുപാടൊന്നും വേണ്ട, നിന്റെ മക്കളിൽ ആരെങ്കിലും ഒരാളെ അടുത്തു പിടിച്ചിരുത്തിയിട്ട് അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കണ്ടോതാൻ പഠിപ്പിച്ച കുൽഹു അല്ലാഹു അഹദ്, അത് മതി. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഏതെങ്കിലും വാപ്പ തന്റെ മക്കളെ കണ്ടോതാൻ പഠിപ്പിച്ചാൽ 100 വർഷം 1000 വർഷം രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരേ ഒരായത്ത്, കൂടുതലൊന്നും വേണ്ട, അടുത്ത് വിളിച്ചിരുത്തിയിട്ട് കുൽഹു അല്ലാഹു അഹദ് എന്ന് കണ്ടോതാൻ പഠിപ്പിച്ച. കാണാതെ ഓതാൻ പഠിപ്പിച്ചാലോ? ഒരൊറ്റ ആയത്ത് നിന്റെ മക്കളെ കാണാതെ ഓതാൻ പഠിപ്പിച്ച അതുവരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപവും അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരൊറ്റ ആയത്തിന്റെ പ്രതിഫലം ഇതാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മരിച്ചു കിടക്കുന്ന സമയത്ത് മാത്രം എടുക്കാനുള്ളതല്ല ഖുർആൻ. നിന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഖുർആൻ നിന്റെ വീട്ടിൽ ഇരുന്നിട്ട് നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുക. വീടിന്റെ അലമാരിക്കകത്ത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ഖുർആൻ നിരത്തി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാ? ഖുർആൻ വീട്ടിൽ നിരത്തി വെക്കാൻ പാടില്ല. കാരണം അലമാരിക്കകത്ത് ഇങ്ങനെ ഖുർആൻ നിരത്തി വെച്ചിട്ടുണ്ട്. വാപ്പ നിന്നെ ശപിക്കുക ഖുർആൻ അവിടെ ഇരുന്നിട്ട്. ഒരെണ്ണമെങ്കിലും നീ ഒന്ന് തുറന്നു നോക്ക്, ഒരെണ്ണമെങ്കിലും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, അള്ളാഹുവേ ശഅബാൻ മാസം കടന്നു വന്നു റബ്ബേ,
ഇനിയും നന്നാകാ മനസ്സില്ലാത്തവരോട് അവസരമുണ്ട് ചെറുപ്പക്കാരാ, അവസരമുണ്ട് ചെറുപ്പക്കാരാ. അല്ലാഹു നിനക്ക് ഇനിയും അവസരം തരികയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് അല്ലാഹു ഒരു അവസരം കൂടെ നിനക്ക് തരികയാണ്. നന്നാകണമെങ്കിൽ നന്നായിക്കോ. നാളെ നേരം വെളുപ്പിക്കുമെന്ന് ഉറപ്പില്ലാത്ത ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ പെങ്ങന്മാരോട് അല്ലാഹുവേ പടച്ചവൻ നിനക്കൊരവസരം കൂടെ തരികയാ. അല്ലാഹു കരുണയുള്ളവനാണ്, പടച്ചവന് കരുണയുള്ളവരാ. നിനക്ക് നന്നാവാനൊരവസരം കൂടെ തരികയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ കഴിയുമോ? ഇന്നത്തെ ദിവസം മുതൽ ഖുർആൻ ഓതാതെ നീ ഉറങ്ങല്ലോ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്, 6666 ആയത്തുകളുണ്ട്. ഏതോദണമെന്ന് നീ തീരുമാനിക്കൂ, ഏതോദണമെന്ന് നീ തീരുമാനിക്കൂ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും ഓതിയിട്ട് ഇന്നത്തെ ദിവസം മുതൽ കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ, ഏറ്റവും ചെറിയ സൂറത്ത് ഇന്നാ അഅതൈനാക്കൽ കൗസർ. ഏതോദണമെന്ന് നീ തീരുമാനിക്കൂ. ഒരൊറ്റ സൂറത്തെങ്കിലും ഇന്നു മുതൽ ഓതിയിട്ടേ കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഓതിക്കൂടെ? വേണ്ട, സമയമില്ലല്ലോ നിനക്ക്. ഒരു ഇന്നാഴത്തേന ഓതാൻ പോലും സമയമില്ലാത്തവനല്ലേ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് നീ എല്ലാ ദിവസവും ഓതിയ നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരേ ഒരായത്ത് അല്ലാഹു അതെങ്കിലും ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓതിക്കൂടെ? ഒരായത്ത് നിയത്ത് ചെയ്യുന്നവർ കൈവക്ക് പ്രതിഫലം പറഞ്ഞുതരാം. ഒരേ ഒരായത്ത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞപ്പോഴും കൈവക്കാത്ത മനുഷ്യന്മാരുണ്ട്, മനസ്സില്ല. എടാ, ഖുർആനിലെ ഒരായത്ത് ഓതിയാ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഓതാൻ മനസ്സില്ലാത്തവനുണ്ട്. കൊള്ളാം, നിനക്ക് അല്ലാഹു ഒരു പ്രതിഫലം തരും. ആദ്യം നിന്റെ പ്രതിഫലമാ പറയണ്ടേ. ഈ സദസ്സിൽ ഇരുന്നിട്ട് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരായത്ത് ഓതാൻ മനസ്സില്ലാത്ത ആ ചെറുപ്പക്കാരോട് അല്ലാഹ് നിനക്കൊരു പ്രതിഫലം തരും. നീ ഈ ലോകത്ത് എവിടെ കിടന്ന് ചത്താലും, ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ കാണിച്ച ചങ്കൂറ്റത്തിന് അല്ലാഹ് നിനക്ക് തരുവടാ ചെറുപ്പക്കാരാ. പാപ്പ, നിനക്ക് റബ്ബ് തരും. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതാനുള്ള ഒരു ഇൻഷാ അല്ലാഹ് പറയാനാ പറഞ്ഞത്. അതിന് പോലും മനസ്സില്ലാത്ത വാപ്പ, നീ മരിക്കാൻ കിടക്കുമ്പോ ഏതു പ്രവാചകൻ നിന്റെ അടുക്കൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും അത് പറയാനുള്ള യോഗം നിനക്കുണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ അവസാനത്തെ വാക്ക് ഞാൻ പറഞ്ഞു തരാം. ഖുർആൻ പറയുന്നുണ്ട്, നിന്റെ അവസാനത്തെ വാക്ക് പഠിച്ചോ പറയാനുള്ളതല്ലേ. നീ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പറയും. ഒറ്റ ആയത്തേ ഉള്ളൂ, വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനു കാഫിരീൻ. ചാവാൻ കിടക്കുമ്പോ മരണമെന്നൊന്നും പറയരുത്, അത് നല്ലവർക്കുള്ളതാ. മരണമെന്നൊക്കെ പറയുന്നത് നല്ലവർക്കുള്ളതാ, അല്ലാത്തവൻ എന്ത് മരണം? എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോ ആരെങ്കിലും അടുത്ത് വന്ന് നിന്നിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറ. മക്കള് വന്നിട്ട് പറയും, പറ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മച്ചി ഒന്ന് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. തിരിച്ചു പറയണ വാക്ക് നിന്റെ അവസാനത്തെ മരണമൊഴി. ഖുർആൻ പറഞ്ഞു, വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനു കാഫിരീൻ. ഞാനൊരു കാഫിറായിട്ടാ ചാകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതാത്തവന് കിട്ടുന്ന പ്രതിഫലം ഓതാന്ന് തീരുമാനിച്ച് നിനക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കണ്ടേ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആരെങ്കിലും ഈ ആയത്ത് ഓതിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ആയത്ത് ഓതിയാ അല്ലാഹുവേ അവന് സ്വർഗ്ഗം നിർബന്ധമാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം കിട്ടുമെന്ന് പ്രവാചകൻ പറഞ്ഞ എന്റെ പ്രിയമുള്ളവരെ, ഉസ്താദേ ഇന്നത്തെ രാത്രി മുതൽ ഉസ്താദേ മരിക്കുമ്പോൾ ഓർമ്മയുള്ള കാലത്തോളം ഓതും ഉസ്താദേ ഒരായത്തല്ലേ ഒരായത്തല്ലേ. തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള വാപ്പാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കിടക്കുന്ന ഭാര്യ ദുആ ചെയ്യുന്നു. കൂടെ കിടന്ന ഭാര്യ ആഗ്രഹിക്കുന്നു, എന്റെ ഭർത്താവൊന്നും മരിക്കുന്നില്ലല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, പൊന്നുമോളെ, പരിശുദ്ധമായ ഖുർആൻ ഓതിയ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ. നീ നൊന്ത് പ്രസവിച്ച നിന്റെ മക്കളുണ്ടല്ലോ, പടച്ചവനെ, മക്കള് ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ ഉമ്മയൊന്ന് മരിക്കണേ അല്ലാ, എന്റെ വാപ്പയൊന്ന് മരിക്കണേ അല്ലോ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് സ്നേഹിക്കുന്നവര് മുഴുവനും നിന്നെ വെറുക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. അല്ലാഹുവേ, എത്രയോ പേരങ്ങനെ കിടക്കുന്നവരാ. ആർക്കും വേണ്ടല്ലോ, ആർക്കും വേണ്ടല്ലോ. വീടിന്റെ ഒരു മൂലയിൽ കിടന്ന് നരകിക്കുന്ന എത്രയോ പേരെ കാണുന്നവരാ. എന്റെ പ്രിയമുള്ള വാപ്പാ, പരിശുദ്ധമായ ഖുർആൻ എടുക്കാൻ നിന്നെ കൊണ്ടെന്ന് കഴിയുമോ? ഓതാനറിയില്ലെന്ന് പറയുന്ന വാപ്പയോട് ഓതണ്ട വാപ്പ, അല്ലാഹു നിനക്ക് കണ്ണിന് കാഴ്ച തന്നല്ലോ. ഓതാനറിയില്ലെന്ന് പറയുന്ന ഉപ്പയോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 3 കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. നീ ഓതണ്ട, പറയണ്ട, 3 കാര്യങ്ങളിൽ മിണ്ടാതെ നോക്കിയിരുന്നാൽ അല്ലാഹു നിനക്ക് ഇബാദത്ത് ചെയ്ത പ്രതിഫലം തരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ, നോക്കുന്ന സമയം മുഴുവനും ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ. 2, നിനക്ക് ജന്മം തന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ, നൊന്ത് പ്രസവിച്ച നിന്റെ പെറ്റുമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കടാ പൊന്നുപോര്. നിന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കടേ. റബ്ബേ, നിനക്കിന്ന് സമയമില്ലല്ലോ, ഉമ്മാന്റെ മുഖത്ത് നോക്കാ സമയമില്ലല്ലോ. അല്ലാഹുവേ, ഉമ്മയുടെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. പഠിച്ചവരെ, ഉമ്മയുടെ മുഖത്ത് ചുള്ളിയല്ല, ഉമ്മയുടെ മുഖത്തെ തൊലിയല്ല ചുളുങ്ങിപ്പോയല്ലോ. ഉമ്മയുടെ മുടിയെല്ലാം നരച്ചു പോയല്ലോ. ഉമ്മാനെ നോക്കാ സമയമില്ലല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയുടെ 2 കണ്ണുകളുണ്ടല്ലോ, നിന്റെ ഉമ്മയുടെ 2 കണ്ണുകൾക്കിടയിലേക്ക് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമോരേ. ആ നോക്കുന്ന സമയം മുഴുവനും ഇബാദത്തിന്റെ പ്രതിഫലമാ. ഉമ്മയുടെ വിലയറിയാത്ത മക്കളുണ്ടല്ലോ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാടാ സ്വർഗം കിടക്കുന്നത്, ഉമ്മയുടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകരോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട് നബിയേ, ഏറ്റവും കടമ ആരോടാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ നിന്റെ ഉമ്മയോടാ. രണ്ടാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. മൂന്നാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. നാലാമതാരോടാ നബിയേ? നിന്റെ ബാപ്പയോടാ. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ. ഉമ്മയോടാ ഏറ്റവും കൂടുതൽ കടമയുള്ളത്. കാരണമെന്ത്? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്.